യെസ്, എന്തായാലും ജിബിൻ തുടരുക. ക്രിസ്റ്റീന, ഒപ്പം തന്നെ ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് പാമ്പ് ശല്യം അത് അതിഭയങ്കരമായി കൂടിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം 5 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. കോഴിക്കോട്, കോട്ടയം, വയനാട്, കായംകുളം എന്നിവിടങ്ങളിലാണ് 5 പേർക്ക് പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ ആന്റിവെനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വീണ്ടും നമ്മളോടൊപ്പം ചേരുന്ന ജിബിനാണ്. ജിബിൻ, ഈ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ, പാമ്പ് കടിയേൽക്കുന്നത്, പാമ്പ് ശല്യം പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആന്റിവെനം, പാമ്പ് കടിയേറ്റാൽ ആന്റിവെനം നൽകുന്നത് അനിവാര്യമാണ്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുമുണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസം മാത്രം പാമ്പ് കടിയേറ്റതായി സ്ഥിരീകരിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 5 പേരെയാണ്. ഇവർ 5 പേരും ഇപ്പോൾ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ 2 പേർ, കോട്ടയം, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ 5 പേർക്ക് പാമ്പ് കടിയേറ്റതായി സ്ഥിരീകരിച്ചത്. ഇവർ 5 പേരും ചികിത്സയിലാണ്. പക്ഷേ അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു ദിവസം മാത്രം 108 ആംബുലൻസിന് പാമ്പ് കടിയേറ്റതും പാമ്പ് കടിയേറ്റതായി സംശയമുള്ളതുമായി വന്ന കോളുകളുടെ എണ്ണമെന്ന് പറയുന്നത് 22 കേസുകളാണ്. സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് തന്നെ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്, പാമ്പ് കടിയേറ്റതായി സംശയം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ 108 ആംബുലൻസിൽ വിവരം അറിയിക്കണമെന്നുള്ള കാര്യമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാരണം കൃത്യമായി ഏതൊക്കെ ആശുപത്രിയിലാണ്, ഈ താലൂക്ക് ആശുപത്രി താലൂക്ക് മുതലുള്ള ആശുപത്രികളിലാണ് ആന്റിവെനമിന്റെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നത് 108 ആംബുലൻസിലാണ്. ആരോഗ്യവകുപ്പ് കൃത്യമായി 108 ആംബുലൻസിന് ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാമ്പ് കടിയേറ്റതായി സംശയമുണ്ടെങ്കിൽ 108 ആംബുലൻസിനെ അതിവേഗം തന്നെ വിളിക്കുക. അവർ വീടുകളിലേക്ക് എത്തി എവിടെയാണോ ആന്റിവെനം സ്റ്റോക്ക് അവൈലബിൾ ഉള്ളത് ആ ആശുപത്രിയിലേക്ക് പൊതുജനങ്ങളെ എത്തിക്കും, പാമ്പ് കടിയേറ്റവരെ എത്തിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൽ പാമ്പ് കടിയേറ്റതായി സ്ഥിരീകരണം, വെനമിന്റെ അളവ് രക്തത്തിൽ സ്ഥിരീകരിച്ചാൽ മാത്രമേ ആന്റിവെനം നൽകാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രോട്ടോകോൾ കൂടി ആരോഗ്യവകുപ്പിനുണ്ട്. അതിനെ കൂടി മറികടന്നുകൊണ്ട് പാമ്പ് കടിയേറ്റതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിവേഗം തന്നെ ആന്റിവെനം പാമ്പ് കടിയേറ്റവർക്ക് നൽകണമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. യെസ്, അത് തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. എന്തായാലും വീടിൻ്റെ പരിസരമൊക്കെ എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുക. അത് കൃത്യമായി വീടിൻ്റെ പരിസരമെല്ലാം നിരീക്ഷിക്കുക. പാമ്പ് കിടപ്പുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ തന്നെ കൃത്യമായി അത് പരിശോധിക്കണം. നമ്മൾ തന്നെ ഒരു വീഴ്ചയും വരുത്താതെ അത് നോക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.